എമർജിങ് അപ്രോച്ചസ് ടു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഇത് ഫസ്റ്റ് വേണം. അതിനെ മൂന്നായിട്ട് തിരിക്കാം. ബേസിക്കലി മൂന്നായിട്ട് തിരിക്കാം, 3 സ്റ്റേജായിട്ട് തിരിക്കാം. ഒന്നാമത്തെ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, അടുത്തത് എമർജൻസി സ്റ്റേജ്, അടുത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്. അതായത് സംഭവിച്ചതിന് മുമ്പ്, അതായത് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചതിന് മുമ്പ്, അല്ലെങ്കിൽ ആ നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞുള്ള സ്റ്റേജുകൾ. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ തിരിച്ചേക്കുന്നത്. അതിൽ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് പ്രിപ്പയർഡ്നെസ്. അതായത് പ്രിപ്പയർഡായി തയ്യാറായിരിക്കുക. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കുക, പ്രശ്നങ്ങൾ ലഘൂകരിക്കുക എന്നുള്ളതാണ് മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ പ്രിപ്പയറിങ് ഹസാർഡ് സോണേഷൻ മാപ്സ്. ഹസാർഡ് സോണേഷൻ മാപ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രോബ്ലം ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എർത്തുക്കേക്ക് ഉണ്ടായി, ഇപ്പോൾ കുറേ നാളത്തെ നമ്മൾ എർത്തുക്കേക്കിൻ്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് ഇന്ന സ്ഥലത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുക. അല്ലെങ്കിൽ മഴ കാരണം ഫ്ലഡ് ഉണ്ടാകുന്നു. അത് കുറേ നാളായിട്ട് ഫ്ലഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഇന്നടുത്തൊക്കെ വെള്ളം കൂടുതൽ വരും, അല്ലെങ്കിൽ അവിടെയൊക്കെ മുങ്ങിപ്പോകുന്നൊരു ഐഡിയ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, മാപ്പായിട്ട് തിരിക്കും, അല്ലെങ്കിൽ അവിടെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ തിരിച്ചു വയ്ക്കും. അതനുസരിച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക, നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുക. അടുത്ത കഴിഞ്ഞ ഓണം വെള്ളപ്പൊക്കം ഉണ്ടായി, അപ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അവരെ മാറ്റി താമസിപ്പിക്കുക. അപ്പം അതിനെയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ, അല്ലെങ്കിൽ പ്രിപ്പയറിങ് ഹസാർഡ് സോണേഷൻ മാപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, അവരെ അറിയിക്കുക, വാൺ ചെയ്യുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പ്രിപ്പയറിങ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻസ് ഉണ്ടാക്കുന്നു. അതിൻ്റെ പ്ലാൻ ഉണ്ടാകുന്നു. ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സോണിങ് എ മെത്തേഡ് ഓഫ് അർബൻ പ്ലാനിങ് വിച്ച് എ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റോ ലാൻഡിനെ തിരിച്ച് ഓരോ സോൺസായിട്ട് തിരിച്ച് ഓരോ റെഗുലേഷൻസ്, ഇന്നടത്ത് ഇന്നത് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്നിടത്ത് ഈ പറഞ്ഞ പോലെ മരമൊക്കെ വെട്ടിക്കളയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പശ്ചിമഘട്ടത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന കാര്യങ്ങളെ ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യും ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറയുമ്പോൾ. പിന്നെ പ്രിപ്പയർഡ്നെസ് ത്രൂ IEC എന്ന് പറയുമ്പോഴത്തേക്കും IEC എന്ന് സാധാരണ ഉദ്ദേശിക്കുന്ന ഈ എൻവയോൺമെൻറ്റൽ കേസിനൊക്കെ പറയുമ്പോൾ നമ്മൾ ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഈ 3 രീതിയിൽ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് പ്രിപ്പയർഡ്നെസ് ത്രൂ IEC എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. ഇതൊരു പ്രീ ഡിസാസ്റ്റർ ആയിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റിൽ ഓരോരോ കാര്യങ്ങളാണ്. ഈ വൾണറബിലിറ്റി നമ്മൾ പറഞ്ഞെന്താ, പ്രശ്നം ഉണ്ടാകുന്ന സാധ്യത, പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത, എക്സ്പോസ്ഡ് ടു ദ പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ ഹാം. അതാണ് വൾണറബിൾ എന്ന് പറഞ്ഞാൽ. എക്സ്പോസ്ഡ് ടു ദ പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ ഹാം. അത് ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം. അതിനെയാണ് നമ്മൾ വൾണറബിൾ എന്ന് പറയാറ്, വൾണറബിൾ. അപ്പോൾ ഇവർ റിസ്ക് ഒരു ഐഡൻറ്റിഫിക്കേഷൻ തന്നിട്ടുണ്ട്. പിന്നെ റിസ്ക് മിറ്റിഗേഷൻ, അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒഴിവാക്കാനുള്ള മാർഗ്ഗങ്ങളാണ് ആ ഒരു കോളത്തിൽ രണ്ടാമത്തെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അവെയർനെസ്. അതുപോലെ തന്നെ അപ്പോഴത്തെ എക്കണോമിക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിസ്ക് മിറ്റിഗേഷൻ്റെ അതിൽ റിസ്ക് ലഘൂകരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ റിസ്ക് ട്രാൻസ്ഫർ, അത് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ മാർക്കറ്റിൽ ബാധിക്കാത്ത രീതി, ഇപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫണ്ട്സ്, നാഷണൽ ഫണ്ട്സ്, ലോക്കൽ ഫണ്ട്സും ഒക്കെ സ്വരൂപിച്ച് വയ്ക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് റിസ്ക് ട്രാൻസ്ഫറിനകത്ത്. പിന്നെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിനകത്ത് വരുന്നത് പെട്ടെന്ന് നെറ്റ്വർക്ക് എമർജൻസിയൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഷെൽട്ടർ, പെട്ടെന്ന് ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനുള്ളതും, എയർലി വാർണിംഗ് കൊടുക്കാനും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതിൻ്റെ അകത്തൊക്കെ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്സിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു നമ്മുടെ ഇനിഷ്യൽ സ്റ്റേജ്, അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കൂട്ടാം. പിന്നെ നമ്മൾ പറഞ്ഞ ഹസാർഡ് സോണേഷൻ മാപ്സ്. ഹസാർഡ് സോണേഷൻ മാപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡിസാസ്റ്റർ മാപ്പിംഗ് ഈസ് എ ടൂൾ ഫോർ അസസിങ്, സ്റ്റോറിങ് ആൻഡ് കൺവേയിങ് ഇൻഫർമേഷൻ ഓൺ ദ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓഫ് എ ഡിസാസ്റ്റർ ഒക്കൂറൻസ് ആൻഡ് സ്പ്രെഡ് ഓഫ് ദ ഇഫക്ട്സ് ആൻഡ് പ്രോബബിൾ ഇഫക്ട്സ് ഓഫ് ഡിസാസ്റ്റർ. അതായത് കാര്യങ്ങളെ നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ മാർക്ക് ചെയ്തേക്കുന്ന ഒരു ഗ്രാഫ്, ഹസാർഡ് സോണേഷൻ മാപ്സ് എന്ന് പറഞ്ഞൊരു മാപ്പിൽ നമ്മൾ അതിൻ്റെ വിവരങ്ങൾ എല്ലാം ശേഖരിച്ച് അതിനെ ആക്സസ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ട് എർത്തുക്കേക്കിനെയാണ് കാണാറ്. എർത്തുക്കേക്കിൻ്റെ നമ്മൾ ഇതിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതുള്ളൂ. അല്ലെങ്കിൽ വെള്ളപ്പൊക്ക സമയത്ത് ഇന്നടത്തൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ കാണിക്കില്ല. ഹസാർഡ് ഇന്നടത്ത് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞ് നമുക്ക് മാപ്സൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ എവറി ഇയർ ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ, നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ഫ്ലഡ്സ്, സൈക്ലോൺസ്, അതുപോലെ തന്നെ അതൊക്കെ കോമൺ ആണ്. ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ എടുത്ത് വേണം. പിന്നെ എർത്തുക്കേക്സും സംഭവിക്കാറുണ്ട്. ദ ഒക്കൂറൻസ് ഓഫ് സച്ച് ഡിസാസ്റ്റേഴ്സ്, ദെയർ ഇൻറ്റൻസിറ്റി, ദ ഏരിയ ഓർ റീജിയൻ ഓഫ് ദെയർ ഒക്കൂറൻസസ് ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഹാസ് ടു ബി അസസ്ഡ്. അത് അതിൻ്റെ എത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നുണ്ടെന്ന് അസസ് ചെയ്തിട്ട്
ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എന്തൊക്കെ ഡാമേജ് സംഭവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട്, അവിടെ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ആണോ, എത്രത്തോളം ഡാമേജസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് പ്രോപ്പർ മാപ്പിംഗ് വിൽ ബി ഹെൽപ്ഫുൾ നോട്ട് ഓൺലി ഫോർ പ്രീ ഡിസാസ്റ്റർ, അതായത് റിലീഫിനും റെസ്ക്യൂവിനും അത് ഉപകാരപ്പെടും. നമ്മൾ ഇതുപോലെ നേരത്തെ ചെയ്തു വെച്ചാൽ അത് ആകപ്പാടെ അല്ലെങ്കിൽ ഒരു പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ മാത്രമല്ല ഉപകാരപ്പെടുന്നത്, അത് ഈ പറഞ്ഞ പോലെ പിന്നീട് റെസ്ക്യൂ ഓപ്പറേഷനും റിലീഫ് ഓപ്പറേഷനും ഒക്കെ കുറച്ചുകൂടെ ആക്യുറസി കൂട്ടാനും ഇന്ന സ്ഥലത്താണ് പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ഇന്ന സ്പീഡ് കൂട്ടാനും ഒക്കെ നല്ലതാണ് റെസ്ക്യൂ ഓപ്പറേഷനൊക്കെ. അതിനുണ്ടാകുന്ന പറഞ്ഞാൽ ഇൻഫർമേഷൻ കളക്ഷൻ ഉണ്ടാവും, സ്റ്റോറേജ് ഉണ്ടാവും, റിട്രീവൽ, അതിൽ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ GIS, ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ GPS പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരെ മാറ്റി താമസിപ്പിക്കാനൊക്കെ പറ്റണം നമുക്ക് ഹസാർഡ് സോണേഷൻ മാപ്സിൻ്റെ ഉപയോഗമായിട്ട്. ജനറേഷൻ ഓഫ് ഹസാർഡ് സോണേഷൻ മാപ്പ്. Satellite data was imported and geo-referenced with a base map. The data is then imparted by image interpretation. ഇമേജ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന ഈ റെഡ് അല്ലെങ്കിൽ ഇതുപോലെ പല പല കളറിൽ മാർക്ക് ചെയ്യുക, പ്രശ്നമുള്ളത്, ലാൻഡ് സ്ലൈഡ് ഉള്ളത്, ഇതൊരു എർത്ത് ക്വേക്കിൻ്റെയാണ് ഇപ്പം മാർക്ക് ചെയ്തേക്കുന്നത്. സോൺസ് മാർക്ക് ചെയ്തേക്കുന്നത് എർത്ത് ക്വേക്കിൻ്റെ കൂടുതൽ സാധ്യതയുള്ള ഇപ്പം ഏരിയകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തേക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ഹസാർഡ് സോണേഷൻ മാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. Predictability, forecasting and warning. For natural disasters that have a fair amount of inherent predictability, forecasting is the next step in disaster management. അതായത് നാച്ചുറൽ ആയിട്ടുള്ള സൈക്ലോണോ അല്ലെങ്കിൽ ഫ്ലഡ് മാത്രം നമുക്ക് അങ്ങനെ പറയാൻ കുറച്ച് ടൈം കിട്ടുന്ന പോലെ, എർത്ത് ക്വേക്കിനൊന്നും ഒരു ടൈമും കിട്ടാറില്ല, നമുക്കറിയാൻ പറ്റത്തില്ല. അവിടെ നടക്കുന്ന ഏരിയ എന്ന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇന്ന് ഉണ്ടാവും അല്ല ഇപ്പോൾ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹാസ് ടു ബി ബേസ്ഡ് ഓൺ സ്പെസിഫിക് പ്രിൻസിപ്പിൾസ്. ഒരു പ്രത്യേക അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ വേഗമായിട്ട് ചെയ്യാതെ ഒരു പ്രത്യേക പ്രിൻസിപ്പിൾസിൻ്റെ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കണം. ആക്ച്വലി ഫോർകാസ്റ്റിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് പ്രഡിക്ഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ ബേസ്ഡ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡേറ്റ. അതായത് അനാലിസിസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ വെച്ച് കാര്യങ്ങൾ മുന്നിൽ എങ്ങനെയായിരിക്കും എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് making predictions of the future based on the past and present data, and most commonly by analysis of trends. കോമൺ ആയിട്ട് ഇപ്പോൾ എന്തെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ഓതറൈസ്ഡ് ഏജൻസി ഓർ ഇൻഡിവിജ്വൽ ഹു ബിസൈഡ്സ് ബീയിങ് കോമ്പറ്റൻറ്റ്, റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഇസ് കോൺഷ്യസ്. അതിൻ്റെ എഫക്ട്സിനെ പറ്റിയൊക്കെ അറിയാവുന്ന ഒരു ഗവൺമെൻറ് ഏജൻസിയൊക്കെ വേണം ചെയ്യാൻ, അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഡിസാസ്റ്ററിന് അല്ലെങ്കിൽ പെട്ടെന്ന് അറിയിക്കാൻ വാർണിംഗ് കൊടുക്കാൻ ഉപകാരപ്പെടും ഈ ഒരു ഫോർകാസ്റ്റിംഗ് വഴി. ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയും അടുത്തത്. എ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എസെൻഷ്യലി കണ്ടെയ്ൻസ് മെഷേഴ്സ് ടു ബി ടേക്കൺ ബിഫോർ ആൻഡ് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ സ്ട്രൈക്സ്. അതായത് ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുമ്പും അത് കഴിഞ്ഞും അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻവെൻറ്ററി ഓഫ് വാട്ട് മെറ്റീരിയൽസ് ആർ അവൈലബിൾ, വെയർ ആൻഡ് വിത്ത് ഹോം, ആൻഡ് ഡെലിഗേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കോർഡിനേഷൻ ഓഫ് മെക്കാനിസംസ് ഓഫ് വേരിയിങ് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് അപ്പം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞ് അപ്പോൾ എങ്ങനെ ആർക്കാണ് ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആര് കോർഡിനേറ്റ് ചെയ്യണം, ആര് ഏതൊക്കെ പദവിയിലുണ്ട്, ഇതിൻ്റെ അകത്ത് മാനേജ് ചെയ്യണം എന്നൊക്കെ ഒരു കോർഡിനേഷൻ കുഴപ്പം അപ്പം വരാതിരിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർനെസ് നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കും. ഇന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എവിടെ താമസിപ്പിക്കാം, ആരെ ഇതിന് വേണ്ടിയിട്ട് കാണണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നമ്മൾ തീരുമാനിച്ച് വയ്ക്കും. അതുപോലെ തന്നെ ഇറ്റ് ഗീവ്സ് ലൊക്കേഷൻ ഓഫ് ടെമ്പററി ഷെൽട്ടർ. നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ നമ്മൾ ക്യാമ്പിലോട്ട് മാറണം, എവിടെ ക്യാമ്പുള്ളത്, എവിടെയാണ് ഷെൽട്ടർ ഉണ്ടാകുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് പറഞ്ഞാൽ NGOs ഉപകാരപ്പെടും. അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ടാവും. ഇവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുള്ളതാണ്. ഈ ഗവൺമെൻറ് ഒഫീഷ്യൽസിനെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. അതിപ്പോൾ അവരെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നുമില്ല. അങ്ങനത്തെ ഒക്കെ അപ്പം നോൺ ഗവൺമെൻറ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ട്. പിന്നെ creating awareness among the people and preparing the
communities to deal with the anticipated situations are the most objective of disaster preparedness. അതായത് മനുഷ്യരെങ്ങനെ അതിനോട് എങ്ങനെ അറിവുള്ളവരാണോ അല്ലെങ്കിൽ അത് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള മെഷേഴ്സ് അവിടെ എടുക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രം പോരാ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ അതിന് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിനകത്ത് ഓർത്ത് ഒന്നാമത്തെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക, പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പുറകോട്ട് പോകാതെ നമ്മൾ അതിന് വേണ്ടി പ്രവർത്തിക്കണം. ഇതിപ്പോൾ ഡിസാസ്റ്റർ പ്ലാൻ ഒരു കമ്പനിയിലാണെങ്കിൽ തന്നെ എംപ്ലോയീസിനെ സേഫായിട്ട് നോക്കുക, അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ്, ഒബ്ജക്ട്സ് ഇതൊക്കെ ഒന്നും സെക്യൂറായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ലാൻഡ് സോൺ അല്ലെങ്കിൽ ലാൻഡ് യൂസിങ് സോൺസ് എന്ന് പറഞ്ഞാൽ സോണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഓരോ നാടിനെ തിരിച്ച് ഇന്ന രീതിയിലൊക്കെ ഇന്നത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചെയ്തു വയ്ക്കും. ദ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് സ്പ്രെഡ് ഓഫ് പോപ്പുലേഷൻ ഇൻ ഹസാർഡസ് ഏരിയാസ് ഇൻ എ മാറ്റർ ഓഫ് ഇൻക്രീസിങ് കൺസേൺ ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു mounting cost of disaster in terms of lives lost and damages to property and investments. അതായത് പോപ്പുലേഷൻ കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വനത്തിലോട്ടും അല്ലെങ്കിൽ അതുപോലെ എൻവയോൺമെൻറ്റലായിട്ട് വീക്കായിട്ടുള്ള ഏരിയയിലോട്ടൊക്കെ ആൾക്കാരുടെ പ്രവർത്തനം കൂടുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് കൂടുതലായിട്ട് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൊണ്ടുണ്ടാകുന്ന ഡിസാസ്റ്ററും കൂടിക്കൊണ്ടിരിക്കും. മെയിനായിട്ട് ഹൈ റെസിഡൻഷ്യൽ ഡെൻസിറ്റീസ് കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആൾക്കാർ വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതൽ തിങ്ങി തയ്യാറക്കുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അത് ഒത്തിരി പേരാണ് അവരുടെ മരണത്തിനും ഒത്തിരി പ്രശ്നത്തിനും കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയയിൽ നമുക്ക് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. മേജർ എലമെൻറ്റ്സ് ഓഫ് ലാൻഡ് യൂസ് പ്ലാനിങ് മേ ബി ഇങ്ങനെയാണ്. അതിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ലാൻഡ് യൂസ് പോളിസീസ് ആൻഡ് പ്ലാൻസ് സെറ്റിംഗ് ഔട്ട് ദ സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഗോൾസ് ഓഫ് കോംപ്രിഹെൻസീവ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ അവിടുത്തെ ഒരു രീതി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റായിട്ടുള്ള ആവശ്യം അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടുത്തെ പോളിസീസും പ്ലാനും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാൻഡ് ഓണർഷിപ്പ് ആൻഡ് ലാൻഡ് ടെൻചർ പാറ്റേൺസ് ഐഡൻറ്റിഫൈങ് ദ ലീഗൽ ആൻഡ് സോഷ്യൽ എക്കണോമിക് ബേസിസ് ഓണർഷിപ്പിനെ പറ്റി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ, പാറ്റേൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ ലാൻഡിൻ്റെ വില ഡിമാൻഡ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഈ ലാൻഡ് സോൺ അല്ലെങ്കിൽ ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ നടത്തുന്നത്. ലാൻഡ് യൂസ് സോണിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു സെഗ്രിഗേഷൻ ഓഫ് ലാൻഡ് യൂസ് ഇൻ ടു ഡിഫറൻറ്റ് ഈച്ച് യൂസിന് വേണ്ടി അഗ്രികൾച്ചർ യൂസ്, ഇൻഡസ്ട്രിയൽ യൂസ്, അല്ലെങ്കിൽ റിക്രിയേഷണൽ യൂസ്, റെസിഡൻഷ്യൽ യൂസ്, അങ്ങനെ തിരിച്ച് അതുപോലെ തന്നെ ഇപ്പം വനമേഖല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖല, റോഡുകൾ, അങ്ങനെയെല്ലാം തിരിച്ച് ഇടുന്നതിനാണ് നമ്മൾ ലാൻഡ് സോൺ അല്ലെങ്കിൽ ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് പബ്ലിക് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. വൾണറബിലിറ്റി നമ്മൾ പറഞ്ഞു, നേരത്തെ അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പോസ്ഡ് ടു പോസിബിലിറ്റി ഓഫ് ബീങ് അറ്റാക്ഡ് ഓർ ഹാംഡ്. അതാണ് ഫിസിക്കലി ആവാം, ഇമോഷണലി ആവാം. അങ്ങനെയാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. പ്രിപ്പയർനെസ് ത്രൂ IEC നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്: ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് ഇൻഫർമേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ദ കമ്മ്യൂണിറ്റി ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ത്രൂ ഇൻഫർമേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ബേസിക് നോളജ് ബൈ മീൻസ് ഓഫ് ഫാക്ട്സ്, ഫിഗേഴ്സ്, പ്രോസസ് ടു ദ കമ്മ്യൂണിറ്റി ആസ് ടു ഇൻക്രീസ് ദെയർ അവെയർനെസ്. അവരുടെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെയുള്ള ഇൻഫർമേഷനും ഫിഗറും ഒക്കെ വെച്ച് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവെയർ ആക്കുന്നു. അങ്ങനെയാണ് നമ്മൾ
എന്ത് പറയുന്നത്, മെയിനായിട്ട് ഇൻഫോർമേഷൻ്റെ ഉപയോഗം. IEC എന്ന് പറഞ്ഞത് ഐ എന്നതിൻ്റെ ഉപയോഗം. പിന്നെ ദ കീ ഇഷ്യൂ ഹിയർ ഈസ് ദ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ ടു ദ പീപ്പിൾ. അതായത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവായിട്ടുള്ള അറിവ് ആൾക്കാരിലേക്ക് എത്താനായിട്ട് നമുക്ക് നേരത്തെ ഡേറ്റ ആവശ്യമായിട്ട് വരും. അത് നമുക്ക് കുറവാണെങ്കിൽ ആൾക്കാരെ അറിയിക്കാൻ പറ്റില്ല. അത് ആൾക്കാരിലോട്ട്, സാധാരണക്കാരിലോട്ടും എത്തിച്ചേരണം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ administration and other agencies for planning purposes, useful to the community for development, for internal copying mechanisms. അതായത് ഇതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ലോങ് ടൈം ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുമൊക്കെ നല്ലതാണ് ഇത്, ഈ നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. അതിലെല്ലാം ഉണ്ടായിരിക്കണം. അത് എപ്പോൾ, എങ്ങനെ, ഹൗ മച്ച്, എത്രത്തോളം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷനാണ്. IECൻ്റെ അകത്ത് IECക്കകത്ത് എന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ ഗോസ് എ സ്റ്റെപ്പ് ബിയോണ്ട് ഇൻഫർമേഷൻ ആൻഡ് എയിംസ് അറ്റ് ആൻ അവേക്കനിങ് ഓഫ് ദ പീപ്പിൾ റാദർ ദാൻ ജസ്റ്റ് അവെയർനെസ്. ഒരു അവെയർനെസ് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് ഒരു അവരെ കുറച്ചുകൂടെ അവർ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് എന്ന് പറയാം. ഒരു അവെയർനെസ് പ്രോഗ്രാമിനേക്കാളും കൂടുതലാണ് ഒരു പഠിപ്പിച്ച് അവരെ ഒരു കുട്ടികളിൽ നിന്ന് തന്നെ. ഇപ്പം നമ്മൾ ESDM പഠിക്കുന്നതിന് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിവുള്ളവനാണ്. അതിലൊരു ഭാഗം എന്ന് പറയാം, ഈ IECയുടെ ഒക്കെ ഒരു ഭാഗം എന്ന് വേണം പറയാം. നമ്മളിതിനെപ്പറ്റി അറിവുള്ളവരാകുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആൾക്കാരെ, ബാക്കിയുള്ളവരെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പേപ്പറുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ കൺവേസ് ടു ദ പീപ്പിൾ ആൻ ഐഡിയ ഓഫ് മെക്കാനിസം ഓഫ് ദ ഒക്കറൻസ് ഓഫ് ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അതുപോലെ മിറ്റിഗേഷൻ ഡിസാസ്റ്റേഴ്സ്, അതായത് ലഘൂകരിക്കുക, ഡിസാസ്റ്ററിൻ്റെ ആ തോത് ലഘൂകരിക്കാനാണ് പറ്റുള്ളൂ. ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ അതിൻ്റെ തോത് നമുക്ക് കുറച്ചെങ്കിലും, അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചുകൂടെയെങ്കിലും നമുക്കൊന്ന് ലഘൂകരിക്കാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ നോക്കുവാണെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ 2 or more ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽസ്. അതായത് ആൾക്കാർ തമ്മിലുള്ള ഇൻഫർമേഷൻ പാസേജിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി അപ്ലൈഡ് ടു ബോത്ത് എഡ്യൂക്കേഷൻ ആസ് വെൽ ആസ് എമർജൻസി മാനേജ്മെൻറ്റ് in terms of education and preparedness. Communication is the process of knowledge transfer to the community regarding disaster risk and mitigation measures to be taken. ഇത് മെയിനായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. ഇതിപ്പം എഡ്യൂക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പ്രിപ്പയർനെസ് ആണെങ്കിലും എല്ലാം ഇതിനിടയിൽ ഉപയോഗിക്കുന്നത് ആ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് തന്നെയാണ്. അതൊരു ചെറിയൊരു ആൾക്കാരിലേക്കല്ല, ഒരു വലിയൊരു ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വഴി പറ്റും. ഒരു സന്ദേശമാണെങ്കിൽ പോലും, ഇപ്പോഴാണെങ്കിൽ പോലും നമുക്ക് ഇപ്പം ഫോണിലോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ വഴി നമുക്കൊരു ചെറിയ സന്ദേശം അയച്ചാൽ അത് ഒത്തിരി പേരിലേക്ക് എത്തിച്ചേരാം. നേരിട്ട് പോയി പറയുന്നതിലോ അല്ലെങ്കിൽ മൈക്ക് വെച്ച് നമ്മൾ അറിയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ദൂരങ്ങളിലേക്ക് നമുക്കത് എത്തിക്കാൻ പറ്റും ഈ അറിവ്. അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ശേഷം മിറ്റിഗേഷൻ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ ലഘൂകരിക്കുന്നു. അതായത് അഡ്വാൻസ് ആയിട്ട് നടക്കുന്നത് തന്നെയാണ്. എഫക്റ്റ് ഓൺ, അതായത് ഡിസാസ്റ്ററിൻ്റെ എഫക്റ്റ് കമ്മ്യൂണിറ്റിയിൽ ബാധിക്കാതിരിക്കാനായിട്ട് കുറച്ച് ലഘൂകരിക്കുന്നു. ഇൻക്ലൂഡ് ദോസ് ആക്ഷൻസ് വിച്ച് ആർ ഓഫൺ കാറ്റഗറൈസ്ഡ് ആസ് ബീയിങ് പ്രിപ്പയർനെസ് മെഷർ എന്നാണ് അതിനകത്ത് പറയാറ്. ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ടൈം റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് ഉണ്ട്. ഒരു ലോങ് ടൈം റിസ്ക് റിഡക്ഷൻ മെഷേഴ്സ് എന്ന് പറയും. ഇപ്പം ഈ പറഞ്ഞ പോലെ ഡാം കൺസ്ട്രക്ഷൻ ഈസ് കൺസിഡേർഡ് ആൻ ആക്ടിവിറ്റി ദാറ്റ് ഡിറ്റിഗേറ്റ്സ് ദ എഫക്ട്സ് ഓഫ് ഡ്രോട്ട്സ്. അതായത് നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ വെള്ളക്ഷാമം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വരൾച്ച വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ലോങ് ടൈം ആയിട്ട് ഇനി അങ്ങോട്ട് ഒരു വരൾച്ച വരാതിരിക്കാൻ ഉള്ളൊരു മിറ്റിഗേഷൻ എന്ന് പറയും, ലഘൂകരണം എന്ന് പറയാം. അതുപോലെ തന്നെ ലൈഫ് മാത്രമല്ല സേവ് ചെയ്യുന്നത്, അപകടങ്ങളുമൊക്കെ ഹസാർഡ്സും ഒക്കെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എക്കണോമിക്കായിട്ട് കുറച്ചുകൂടെ നമുക്ക് മെച്ചപ്പെടാൻ പറ്റും. അപ്പോൾ മിറ്റിഗേഷൻ്റെ അത് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്, ഇങ്ങനത്തെ ഫിഗറുകളൊക്കെ ഉൾപ്പെടുത്തിയാൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ തരുന്ന നോട്ട് ചെയ്യുന്നതല്ലാതെ തന്നെ ഒത്തിരി ഗൂഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒത്തിരി കിട്ടും. അപ്പോൾ അതും നോക്കിയൊന്ന് വായിച്ച് ഇങ്ങനത്തെ റിപ്പോർട്ട്സ്, അതായത് നേരത്തെ നടന്നിട്ടുള്ള റിപ്പോർട്ട്സ് എടുത്താൽ വളരെ നല്ലതാണ്. അതായത് റിയൽ ലൈഫിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ്. പിന്നെ ഇതുപോലുള്ള ഗ്രാഫ്, ബ്ലോക്ക് ഡയഗ്രാംസ്, ചാർട്ട്സ്, അതൊക്കെ വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നു,
അപ്പോൾ നമ്മൾ നേരെ നോക്കിയാൽ മതി ആ പോകുന്ന റെസ്ക്യൂ ആൻഡ് റിലീഫാണോ നടക്കാറ്, പിന്നെ അതിനെ അസസ്മെൻറ്റ് ചെയ്യണം, അതനുസരിച്ച് റീഹാബിലിറ്റേഷൻസ് കാര്യങ്ങൾ, റീകൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ, ഇനി അടുത്ത ഇതുണ്ടാകുമ്പോഴത്തേക്കും പ്രിപ്പയർനെസ്, അടുത്ത ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കണം.